വേനൽ ചൂടിൽ വെന്തുരുകുകയാണ് കേരളം. വിവിധ ജില്ലകളിൽ ഉയർന്ന താപനില തുടരുന്നു. വയനാടും ഇടുക്കിയും ഒഴികെയുള്ള 12 ജില്ലകളിലും യെല്ലോ അലർട്ടുണ്ട്. പാലക്കാട്ട് താപനില 40 ഡിഗ്രിയിലേക്കെത്താൻ സാധ്യത. വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലെത്തിയതോടെ നിയന്ത്രണത്തിലേക്ക് കടക്കാനാണ് KSEBയുടെ തീരുമാനം. 10 മുതൽ 15 മിനിറ്റ് വരെ ഫീഡർ ഓഫ് ചെയ്ത് ലോഡ് കുറയ്ക്കുന്ന നിയന്ത്രണത്തിനായാണ് ആദ്യഘട്ടത്തിൽ ആലോചിക്കുന്നത്. വിവരങ്ങളുമായി വിവിധ ജില്ലകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ ജബി ഉണ്ട്. ജിബിൻ ജബിയിലേക്കാണ് ആദ്യം. ജിബിൻ ജബി, സംസ്ഥാനത്ത് ചൂട് കൂടുകയാണ്. 40 ഡിഗ്രി കടക്കുന്നു പാലക്കാട്ടെ താപനില. മറ്റു ജില്ലകളിലും 2 മുതൽ 3 ഡിഗ്രി വരെ സെൽഷ്യസ് താപനില ഉയരുന്നതിനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. ഇത് പകൽ സമയങ്ങളിൽ ജോലി ചെയ്യുന്ന വിവിധ ജീവനക്കാരെ, പ്രത്യേകിച്ച് തുറന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന നിരവധി ആളുകളെ ബാധിക്കുന്ന പ്രശ്നം കൂടിയാണ്. ഈ ഓൺലൈൻ ഫുഡ് ഡെലിവറി ചെയ്യുന്ന തൊഴിലാളികളൊക്കെ അവർ ഈ നട്ടുച്ചയ്ക്ക് പൊരിവെയിലത്തും ഭക്ഷണവുമായി പോകുന്നതൊക്കെ ഇപ്പോൾ പതിവ് കാഴ്ചയാണെങ്കിലും ആ ചൂടിൽ, കനത്ത ചൂടാണ് എന്ന കാര്യം മറക്കാൻ കഴിയില്ല. ഈ ചൂടിൽ എങ്ങനെയാണ് അവരുടെ ജീവിതം വളരെ ദുഷ്കരമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. എങ്ങനെയാണ് ഈ ഓൺലൈൻ ഫുഡ് ഡെലിവറി ചെയ്യുന്നവർ ഈ ചൂട് കാലത്ത് അവർ സേവനം നടത്തുന്നത്? ദിലീപ് കുമാർ, സംസ്ഥാനത്ത് ഏറ്റവും അധികം ചൂടാണ് ഇപ്പോൾ ഓരോ ദിവസവും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പാലക്കാട് 40 ഡിഗ്രിയിലോട്ട് എത്തുകയാണെങ്കിൽ തിരുവനന്തപുരത്തും ആദ്യഘട്ടത്തിൽ 34, 35 ഒക്കെ ആയിരുന്ന താപനില ഇപ്പോൾ 37 ഡിഗ്രിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓരോ ദിവസവും അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില കൂടാനുള്ള ഒരു സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ഇപ്പോൾ മുന്നറിയിപ്പായി നൽകിയിട്ടുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഏറ്റവും അധികം ഓൺലൈൻ ഫുഡ് ഡെലിവറി ചെയ്യുന്ന സംഘങ്ങൾ എത്തുന്ന തിരുവനന്തപുരത്തെ ഒരു പ്രധാന സ്ഥലത്താണ്. ബേക്കറി ജംഗ്ഷന് സമീപത്താണ് ഇവർ ഏറ്റവും അധികം ഈ ഒരു ചൂട് സമയത്തൊക്കെ വന്ന് നിൽക്കുകയും ചെയ്തിട്ടുള്ളത്. നമുക്ക് അതിൽ ചിലരെയൊക്കെ ഇപ്പോൾ നേരിട്ട് കാണുകയും ചെയ്യാം. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ ചൂടത്തും നമുക്ക് അവർ കാണുന്ന ചേട്ടാ, ഏറ്റവും അധികം ചൂടുള്ള ഒരു സമയമാണ്. അപ്പോൾ ഏറ്റവും അധികം പൊരിവെയിലത്ത് പണിയെടുക്കുന്നത് നിങ്ങളാണ്. എങ്ങനെയാണിത്? ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹോട്ടലുകാർ നേരത്തെ ഫുഡ് തന്നാലും കുഴപ്പമില്ല. ഈ ഹോട്ടലൊന്നും കുഴപ്പമില്ല. ചില ഹോട്ടലൊക്കെ നമ്മളെ പുറത്ത് നിർത്തത്തുള്ളൂ. നമ്മൾ വെയിലത്ത് നിന്ന് 1 മണിക്കൂർ 2 മണിക്കൂർ നിന്നിട്ടൊക്കെ ഫുഡ് എടുത്തിട്ട് പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ ഓടുന്നതേ ഉള്ളൂ. പിന്നെ അതനുസരിച്ചുള്ള പേയ്മെന്റ് കിട്ടുന്നുണ്ടോ? നോർമൽ ചാർജ് തന്നെ ഉള്ളത്. ചില സമയത്ത് ചാർജ് 20 രൂപ കിട്ടും. എന്നാലും ചിലപ്പം ചൂടത്ത് ഒത്തിരി എടുക്കാൻ പറ്റത്തില്ല, ഓടി എത്താൻ പറ്റത്തില്ല. ട്രാഫിക് ബ്ലോക്ക് എല്ലാ കാര്യങ്ങളും കണക്കേരിയാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ കൈ നോക്കിയത് രണ്ട് കളറായിരിക്കും ശ്രദ്ധിച്ചാൽ അറിയാം. ഇതൊക്കെ തന്നെ അവസ്ഥ. നമ്മൾ ഓടുന്നു. നമ്മൾ പിന്നെ 6-7 വർഷം കൊണ്ട് ഓടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് തന്നെ ഒരു ജീവിത മാർഗ്ഗമാണ്. ഓടിപ്പോകുന്നു, അത്രേ ഉള്ളൂ. ദിലീപ് കുമാർ തന്നെയാണ്. കാരണം ഇതിൽ പലരുടെയും പ്രധാന ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഈ ഓൺലൈൻ ഡെലിവറിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ പൊരിവെയിലത്തും ഈ ഒരു പണി ചെയ്യുകയും ചെയ്യുന്നത്. ചേട്ടാ, ഈ പൊരിവെയിലാണ്, നിങ്ങളാണ് ഏറ്റവും അധികം ഈ പൊരിവെയിലത്ത് ഇപ്പോൾ റോഡിൽ കൂടി പണിയെടുക്കുകയും ചെയ്യുന്നത്. എങ്ങനെയാണ്? ചൂടാണ്. അതൊരു യാത്ര ചെയ്യുമ്പോഴത്തേനുള്ള ചൂടാ. പിന്നെ ട്രാഫിക് കുഴപ്പമില്ല. ട്രാഫിക് നിയമങ്ങളൊക്കെ നമ്മൾ അനുസരിക്കണ്ടേ, അതിനനുസരിച്ചാണ് പോകുന്നത്. നിങ്ങൾക്ക് ഇതനുസരിച്ച് അതായത് പേയ്മെന്റിൽ മാറ്റം എന്തെങ്കിലും വരുന്നുണ്ടോ? അല്ല, നമ്മളല്ലാത്ത പേയ്മെന്റ് തന്നെ. ഈ 11 to 4 സെർച്ചുള്ള സമയം, അതിന് പൈസ കൂടുതൽ കിട്ടും. ആ സമയം നമ്മൾ ഓടിയേ പറ്റത്തുള്ളൂ. അത് ചെയ്തില്ലെങ്കിൽ ഇൻസെന്റീവ് കിട്ടൂല. പക്ഷെ നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ അതുകൊണ്ട് ചൂട് കൊണ്ടും നമുക്ക് പ്രശ്നമില്ല. പിന്നെ പണിയെടുക്കണ്ടേ, അതുകൊണ്ട് ഈ പണി അങ്ങനെ ചെയ്യാണ്. ഇത് പ്രധാന ഉപജീവന മാർഗം ഇവർക്കൊക്കെ ഈ ഓൺലൈൻ ഫുഡ് ഡെലിവറിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ചൂടൊന്ന് വകവയ്ക്കാതെ ഈ പൊരിവെയിലത്ത് ഇപ്പോൾ പണിയെടുക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. കാരണം ഇപ്പോൾ സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു 10:30 മണി ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പൊരിവെയിൽ ഏറ്റവും അധികം ചൂട് അനുഭവപ്പെടുന്ന സമയവും പുറത്ത് പണിയെടുക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സമയവും ഇതാണ്. അതായത് ഒരു 10-11 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിലാണ് നേരിട്ട് വെയിലടിക്കുന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യാൻ പാടില്ല എന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുള്ളത്. അഥവാ അങ്ങനെ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ പോലും നിർബന്ധമായും എല്ലാ സമയത്തും വെള്ളം കുടിക്കുക. കാരണം നിർജ്ജലീകരണം വന്ന അബോധാവസ്ഥയിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിർജ്ജലീകരണം ഒഴിവാക്കുന്നതിന് വേണ്ടി കൃത്യമായി തന്നെ ഇടവിട്ട് വെള്ളം. വളരെ പ്രയാസകരമാണ് ഈ സംസ്ഥാനത്ത് കൊടും ചൂടിൽ ജോലി ചെയ്യുന്ന നിരവധി ആളുകളുടെ അവസ്ഥ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.